നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യേ, ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യം അമേരിക്ക ആണെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. അതാണ് ഈ നിമിഷം വരെയുള്ള ലോകത്തിൽ വിലയിരുത്തൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലോസഫിസ്റ്റുകൾ, തത്വജ്ഞാനികൾ, സൈക്കോളജിസ്റ്റുകൾ, മനഃശാസ്ത്രജ്ഞന്മാർ, സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം പറയുന്ന മിനിമം ചില യോഗ്യത, ചില രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത്, ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിങ്ങൾ എത്ര സീറ്റ് ആക്കി നിർത്തണം തീരുമാനിച്ചാൽ ആ സീറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ സീറ്റ് എണ്ണത്തിനനുസരിച്ച് വിസ്തീർണവും ജനങ്ങളുടെ എണ്ണവും ഏതാണ്ട് തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാർഡിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വാർഡിൽ 500, 600, 700 വോട്ട്. ഇന്ന് വിഴിഞ്ഞം നടത്തിയത് 10,000 വോട്ടിന് പറയാം, അല്ലെങ്കിൽ 2000 3 കിട്ടില്ലല്ലോ. അത് ആ വിഷയത്തിൽ കടക്കം പിന്നെ പറയാം. അങ്ങനെ പാടില്ല. ഏതാണ്ട് ഒരു 80-20, ഒരു 80-90% നീതി പുലർത്തണം. അങ്ങനെ നീതി പുലർത്തി വേണം വാർഡ് അല്ലെങ്കിൽ പാർലമെൻറ്റ് മണ്ഡലം അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലം വിഭജിക്കാൻ. അപ്പോൾ വിസ്തീർണം ഏതാണ്ട് ആവറേജ് ആയിരിക്കണം, ജനസംഖ്യ ഏതാണ്ട് ആവറേജ് ആയിരിക്കണം. 100% ആകാൻ പറ്റില്ല. എന്നിട്ട് അതിൽ നിന്ന് വോട്ടർമാരിൽ നിന്ന് ഒരു 80% എങ്കിലും, 80% വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യണം. ബാക്കിയുള്ള വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ വ്യക്തിയെ കാരണം കാണിക്കാനുള്ള ക്ലോസ് ഉണ്ട്. തന്നെയുമല്ല, ഈ 80% പേരെങ്കിലും മിനിമം വോട്ട് ചെയ്താൽ അതിൽ 51% വോട്ട് കിട്ടിയ ആളെ മാത്രമേ ജയിച്ചായി പ്രഖ്യാപിക്കാവൂ. അല്ലെങ്കിൽ 51% വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജയിച്ചായി പ്രഖ്യാപിക്കാവൂ. എങ്ങനെയുണ്ട് ജനാധിപത്യം? ഇതിപ്പോൾ എന്താണ്, ഒരു ഡിവിഷൻ, ഇപ്പോൾ കോർപ്പറേഷൻ എടുത്താലും മുനിസിപ്പാലിറ്റി എടുത്താലും വിഴിഞ്ഞം എടുക്കുക. അവിടെ ഇപ്പോൾ 2000 വോട്ട് LDFന്, 2000 വോട്ട് UDFന്, 2400 വോട്ടുണ്ട് BJPക്ക്. അപ്പം മൊത്തം എത്ര വോട്ടൊന്ന്? 2, 4, 6, 7000 വോട്ട്. 8000 വോട്ടുണ്ട്. ഇപ്പോഴത്തെ BJP ജയിച്ച 50 വാർഡിൽ 10-20 മണ്ഡലങ്ങളിലൊക്കെ 500-1000 എടുക്കുള്ളൂ എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വാർഡ് വിഭജനം നടത്തിയപ്പോൾ BJPക്ക് അനുകൂലമായ ആൾക്കാരുള്ളവർ താമസിക്കുന്ന വാർഡ് ഒതുക്കിയങ്ങട് ചോദിക്കണം. ഓരോ അന്യായവും തീവെട്ടിക്കൊള്ളിയും. LDF UDF കക്ഷികളെ, നിങ്ങൾ നേതാക്കളെ, നിങ്ങൾ എവിടെ വിളിച്ചിരുത്തിക്കായിരുന്നു ഈ വാർഡ് നടത്തിയപ്പോൾ? നിങ്ങളെല്ലാം ഇത്രയും കാലം ഭരിച്ചവിടെ LDF അല്ലേ ഭരിച്ചത് വർഷങ്ങളായിട്ട്. ഈ വാർഡ് ഇത്ര അശാസ്ത്രീയമായിട്ട് തിരിച്ചപ്പോൾ നിങ്ങൾ എവിടെ വായി നോക്കിയത്? ആരുടെ മുഖത്ത് നോക്കിയിരുന്നത്? ഞാൻ LDFയോട് വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഇത് തല്ലിക്കൊന്നാലും വേണ്ടില്ല. അത് ഈസി ആയിട്ട് BJPയുടെ കയ്യിലേക്ക് ഭരണം കൊടുക്കാൻ ഈ LDFും ഈ മുരളീധരൻ ഉൾപ്പെടെ കോൺഗ്രസും സഹായിച്ചില്ലേ എന്നുള്ള കാര്യത്തിൽ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്. ഇത് മൂന്നും തെറ്റുപറ്റില്ല, മൂന്നും യഥാർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നതാണ്, ഞാൻ പറയുന്നില്ല. അന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ 10 ആൾ മത്സരിക്കുക, 20 ആൾ മത്സരിക്കുക, അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ ജയിക്കുക. അത് എന്ത് ന്യായമാണ്? എന്ത് ജനാധിപത്യമാണ്? ഈ നിങ്ങൾ പറയുന്നത് പല ആധിപത്യ ലോകത്തുണ്ടായിട്ടില്ലോ. സ്വേച്ഛാധിപത്യം, പിന്നെ രാജാധിപത്യം, അങ്ങനെ പല ആധിപത്യം. അതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യം കൊടുക്കുന്ന ജനാധിപത്യം, ഡെമോക്രസിയാണ്. പക്ഷെ ഡെമോക്രസിയിൽ 2 വലിയ പോരായ്മയുണ്ട്. ഒക്കെ മഹാന്മാർ ചിന്തിച്ച കാര്യം ഞാനീ പറയുന്നത്. എനിക്ക് എത്ര സാധാരണ വോട്ടർമാർക്ക് മനസ്സിലാവുതിക്കറിയില്ല. എങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചിന്തയെ പറഞ്ഞത്, ഒന്ന്, വോട്ട് ചെയ്യാൻ മാത്രമേ വോട്ടർമാർക്ക് അവകാശമുള്ളൂ. തിരിച്ചു വിളിക്കാൻ പ്രത്യേക സംവിധാനമില്ല. മനസ്സിലായില്ലേ? വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, വോട്ട് വേണ്ടി ചെയ്ത് വോട്ട് ചെയ്യാം. പക്ഷെ അവർക്ക് ഈ നമ്മുടെ സ്ഥാനാർത്ഥി പറ്റിയില്ലെങ്കിൽ, പ്രവർത്തനം മോശമാണ്, തിരിച്ചു വിളിക്കാനുള്ള ക്ലോസ് ഇല്ല. അതുണ്ടാകണം. മറ്റൊന്ന്, നിങ്ങളിത് ആലോചിച്ച് നോക്കിയ ജനാധിപത്യം എന്ന് പറയുന്നത് പരിപാവനമായ ശ്രീകോവിലാണെന്നൊക്കെ പറയുന്ന ആ മണ്ടന്മാരോട് ചോദിക്കാനുള്ളത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പോരായിക എന്നറിയുമോ? 2 പോരായിക നമ്മൾ തിരിച്ചു വിളിക്കാൻ അവകാശമില്ല. ആ പോരായിക
രണ്ടാമത്തെ പോരായ്മ വലിയ പോരായ്മയാണ്. ഒരു വാർഡിൽ 1000 ആളുണ്ട് വിചാരിക്കാം. എന്തൊരു വിരോധാഭാസം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചൂലേ. ഒരു വാർഡിൽ 1000 വോട്ടർമാരുണ്ട്. അതിൽ 3 വോട്ടേ ചെയ്തോളൂ. വെറും 3 വോട്ട്. ഇന്നത്തെ വ്യവസ്ഥയിൽ പറഞ്ഞത് വെറും 3 വോട്ടേ ചെയ്തോളൂ. ബാക്കി ചെയ്യാത്തതിന് ഒരു കുറ്റമില്ല. ആ 3 വോട്ടിൽ 2 വോട്ട് കിട്ടിയ ആൾ ജയിക്കുകയാണ്. അതെന്ത് ജനാധിപത്യമാണ് സഹോദരങ്ങളെ, എൻ്റെ മാന്യ മഹാജനങ്ങളെ, എൻ്റെ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, അതെന്ത് ജനാധിപത്യമാണ്? 3 പേര് വന്ന് വോട്ട് ചെയ്യുക, 2 വോട്ടുകൾ ജയിക്കുക. അതിനാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. പണ്ട് ഫലിത സാമ്രാട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ ഉണ്ട്, മെയ്ഡ് ആസ് ജപ്പാൻ ഉണ്ട്. മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാൽ ജപ്പാൻ ഉണ്ടാക്കിയത്, മെയ്ഡ് ആസ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഉണ്ടാക്കിയത് പോലെ ഡ്യൂപ്ലിക്കേറ്റ് പറയാനാണ്. അതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ജനാധിപത്യമല്ലേ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, ആലോചിച്ച് നോക്ക്. രാഷ്ട്രീയ മതോ ജാതി വ്യത്യാസം എന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താണ് മൊയ്തീൻ ഷാ പറയുന്നത്, അല്ലെങ്കിൽ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയുന്നത്, മൊയ്തീൻ ഷാ ടീം പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വെറുതെ ഇരിക്കുമ്പോൾ അതാണ് അവസ്ഥ. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ ജയിച്ച് 50 സീറ്റ് കിട്ടി, ജയിച്ച് ഒരു സ്വന്തം കിട്ടി, BJP ഭരിക്കുകയാണ്. LDF UDF അവരെ കയ്യിൽ തളിയിൽ വെച്ച് കൊടുത്തു. പക്ഷെ അവർ ജയിച്ച പല മണ്ഡലങ്ങളിലും 1000 താഴെ വോട്ടുള്ളൂ. ഇപ്പോൾ ഇത് വിഴിഞ്ഞം പോലെ 10,000, ഞാൻ നിങ്ങൾക്ക് കണക്ക് 10,000 വോട്ട് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഇത്ര വോട്ട് കിട്ടുമോ? 2400 BJP വോട്ട് കിട്ടി. അപ്പോൾ ഇന്ന് ഒരു ചാനൽ പറഞ്ഞു BJP തോറ്റമ്പി കെട്ടിവെച്ച കാശ് പോയിരുന്നു. വേറൊരു ചാനൽ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം 300 വോട്ട് കിട്ടിയ ഇത്തവണ 2400 വോട്ട് കിട്ടിയപ്പോൾ 8 വോട്ട് കിട്ടിയത്. രണ്ടും ശരിയല്ലേ? 4 3 7 5 2 7 അല്ലേ? തെറ്റു പറയാൻ പറ്റുമോ? അതൊക്കെ ഓരോ ചായവാണ്. എൻ്റെ രീതി നോക്കുമ്പോൾ 300 വോട്ട് കിട്ടിയ BJP ഇത്തവണ 2600 വോട്ട് കിട്ടിയ അതിൻ്റെ അർത്ഥം 8 ഇരട്ടി വോട്ട് കിട്ടി, അത് വിജയമല്ലേ എന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്ക് പറയും പോലെ. മറ്റു പറയുന്നത് കെട്ടിവെച്ച കാശ് പോയിന്ന്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? രണ്ടിലും ശരി ഉണ്ടായിരിക്കും. അത്ര മോശമായ ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അത് BJP ഗവൺമെൻറ് വന്നുകൊണ്ട് മാത്രമല്ല, സാക്ഷാൽ നെഹ്റുവിൻ്റെ കാലത്ത് 35 കോടി ജനങ്ങളുണ്ടായിരുന്നു. അതിൽ 30% വോട്ട് ചെയ്തു. 30% വോട്ട് ചെയ്തതിൽ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് നെഹ്റു ഭരിച്ചത്. അപ്പോൾ 35 കോടി 65% പേര് പുറത്ത് നിൽക്കുകയാണ്. ആ 35 പേരിൽ നിന്ന് ഒരു ഭൂരിപക്ഷം കിട്ടാൻ നെഹ്റു ഭരിച്ചു. ഒരിക്കലും ഇന്ത്യയിൽ ജനാധിപത്യം ശരിയായ രീതിയിൽ നടന്നിട്ടില്ല, ഒരിക്കലും നടന്നിട്ടില്ല. ഈ നിലക്കാണ് നടക്കുകയില്ല. ഇതൊക്കെ വെറും മെയ്ഡ് ഇൻ ജപ്പാൻ പറയുന്ന പോലെ, മെയ്ഡ് ആസ് ജപ്പാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പണ്ട് ഞാൻ അമ്മാവിനൊക്കെ നെയ്ച്ചോറ് വയ്ക്കും. നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ്. അത് അമ്മാവിന് എല്ലാം ചേർക്കില്ല, വെറും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, വെളിച്ചിട്ട് ഡാലിടും. അതിനും ബെയ്ച്ചോ എന്ന് പറയും. ബെയ്ക്കാൻ കൊള്ളാം, അത് തിന്നാൻ കൊള്ളാം, മറ്റേത് ക്വാളിറ്റി ഇല്ലാതെ. അതുപോലെ മെയ്ഡ് ആസ് ജപ്പാൻ പോലെയാണ് ഇന്ത്യയിലെ ജനാധിപത്യം. ഇതിൻ്റെ പേരിൽ വലിയ ആരോപണം വരുമെന്ന് എനിക്കറിയില്ല, ഞാൻ സത്യം പറയുന്നത്. ആലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ലക്ഷദ്വീപിലൊരു മണ്ഡലം അതിലുണ്ട് 50,000 ആൾക്കാർ ആകെ ഉള്ളൂ. മറ്റു ചില സ്ഥലത്ത് 15 ലക്ഷം ആൾക്കാരുണ്ട് ചില മണ്ഡലങ്ങളിൽ, പാർലമെൻറ്റ് മണ്ഡലം. അത് നമുക്ക് വേണമെങ്കിൽ ലക്ഷദ്വീപിൽ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുക. എന്തിനാണ് അത് മറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ കർണാടകയിലോ സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ ചേർക്കണം? എന്തിനങ്ങനെ 50,000 മാത്രം വാർഡ് കൊടുത്ത്? സർക്കാരിൻ്റെ ചിലവാണ്. എന്തൊക്കെ അതാണ് ഒരു MP എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് സർക്കാർ ഫണ്ടിൽ ചിലവാക്കുന്നതിന് വേണ്ടി. നിസ്സാരമാണ് നേരിട്ട് ഒരു MP കിട്ടുന്ന കാശ് അവൻ ചിലവാക്കി സംഖ്യ കോടികൾ ഒരു 5 വർഷം കൊണ്ട്. ഒരു MP വെറുതെ തീറ്റി പറ്റാൻ പറ്റില്ല. ഖജനാവിൽ നിന്ന് കോടികൾ ചിലവാക്കുന്നുണ്ട്. ഒരു ഡോക്ടർ പഠിച്ചു വരുമ്പോഴേക്ക് ഏതാണ്ട് 2-3 കോടി രൂപ ചിലവാകുന്നുണ്ട് സർക്കാരിൽ നിന്ന്. അതാണ് മിനിമം 3 വർഷം ഗ്യാരണ്ടിയിൽ ജോലി ചെയ്യാന്നൊരു ഒപ്പിട്ട് കൊടുക്കണം. ജോലി ചെയ്യാന്ന് 3 വർഷം 5 വർഷം സർക്കാർ ജോലി ചെയ്യാന്ന് ഒരു ഇത് ഒപ്പിട്ട് കൊടുത്താൽ നിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അതില്ല, കാരണം ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടംപോലെ ആയതുകൊണ്ട് സർക്കാരിന് പ്രശ്നമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതാണോ സഹോദരങ്ങളെ ജനാധിപത്യം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് നമ്മൾ ഈ പരിഹാസം രൂപമാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര പേര് ഇന്ത്യയിലുണ്ട്, എത്ര ബുദ്ധിരാക്ഷസന്മാരുണ്ട്. എങ്ങനെയെങ്കിലും ഒരു MLA ആകുക, MP ആകുക, പണം ഉണ്ടാക്കുക, അതിൽ കവിഞ്ഞ് ആരെങ്കിലും ഒരാളെങ്കിലും ഇന്നത്തെ പണ്ട് പലരുണ്ടായിരുന്നു. ഇപ്പോൾ കാമരാജ്, ഇവൻ നെഹ്റു പോലും വലിയ അഴിമതിക്കാരാണെന്ന് ആരും പറയുന്നില്ല, മറ്റെല്ലാം പറയുന്നുണ്ടെങ്കിലും. പക്ഷെ ഇന്നതെല്ലാം അഴിമതി കൂത്തരങ്ങയില്ലേ? എന്ത് തെറ്റ് ചെയ്തും സമ്പാദിക്കുക, അതിൽ കവിഞ്ഞ് എന്താണെന്നുള്ളത് അതിൽ കവിഞ്ഞ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ
തിരുവനന്തപുരത്ത് കാര്യം തന്നെ എടുക്കാം, അത് കഴിഞ്ഞിട്ട് മറ്റു വിഷയത്തിൽ കിടക്കുമ്പോൾ നിർത്തുകയും ചെയ്യാം. ഇപ്പോൾ അവിടെ ജയിച്ചത് കണ്ടില്ലേ, 20 സീറ്റ് ഇപ്പോൾ UDF കിട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇരട്ടി കിട്ടി. അത് നിസ്സാര സംഖ്യയല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇരട്ടി സംഖ്യ കിട്ടിയെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ സംഖ്യയല്ല. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് എന്ത് പറ്റി, ഭരണം BJPയിൽ കൊടുത്തു. അതാണ് ഒരു കാര്യം. അതുപോലെ വാർഡ് ചോദിച്ച് എന്താണ് ആർക്കാണെന്ന് വെച്ചു. ഇപ്പം ഈ ഏതാണ്ട് ഒരു UDF അനുകൂലമായ ഒരു തരംഗമൊന്നുമില്ല, അനുകൂലമായ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും UDF വരാണ്. UDF അത് കണ്ട് ആഘാതികയോ അല്ലെങ്കിൽ അല്പം അഹങ്കരിക്കുകയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ അപകടം ചെയ്യും. ഇപ്പം കനുകൂല് പറഞ്ഞ് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല. കവിത വേണ്ട, വിളിക്കണ്ട. ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച്, ഒരു പരിധി ശരിയല്ലേ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് 2 അസംബ്ലി തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് UDF ഇത്തവണ വോട്ട് കിട്ടിയത്, കൂടുതൽ കിട്ടിയത്? ഭരണവിരുദ്ധ വികാരമല്ല. പക്ഷെ പിണറായി സഖാവിനെ കുറിച്ച് ചില അഭിപ്രായമുണ്ട്, മോശമായ അഭിപ്രായം ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് മാത്രമല്ല, ഞാൻ അന്നും ഇന്നും പറഞ്ഞു, അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ശ്രമം നടത്തിയിട്ട് ഈ UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയും മാണി സാറും മറ്റ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ സമുദായത്തെ കളിയാക്കി അവഹേളിച്ചു. അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ ഫലമാണ് കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDF വോട്ട് കിട്ടിയത്. അത് മറച്ച് ചെയ്താണ്. അല്ല, LDF വളച്ചുകൊണ്ടോ പിണറായി സഖാവിൻ്റെ കഴിവുകൊണ്ടല്ല. അത് അവർ എന്തിനു അവധിയുണ്ടല്ലോ, അതിനവർ തിരിച്ചൊന്ന് ചെയ്തു. ആ ചെയ്തതിൻ്റെ ഫലമാണ് ഈ വോട്ട് കിട്ടിയത്. അതെന്താണ് ചെയ്തത്? അറബിക് സർവകലാശാല തുടങ്ങിയാൽ തന്നെയും അതിന് നേട്ടം കൊയ്യുന്ന ഇവിടുത്തെ സവർണ ഹിന്ദുക്കളും സവർണ ക്രിസ്ത്യാനികളാണ്. ഈ മുസ്ലിങ്ങൾ എവിടെ ഗൾഫിലൊക്കെ പോയാലും വേറെ ഡ്രൈവർമാർ അല്ലെങ്കിൽ പ്ലേറ്റ് കഴുകാനൊക്കെയാണ്, അല്ല ഉയർന്ന സ്ഥാനത്തൊന്നുമില്ല. എന്നിട്ട് പോലും ഇവിടുത്തെ UDF ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി സഖാവും ഉമ്മൻചാണ്ടിയും മാണി സാറും അന്നത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കുഞ്ഞാക്കി ഉൾപ്പെടെ 10 പൈസ അനുവദിച്ചില്ല. 4 പ്രാവശ്യം വടക്ക് മലബാറിൽ നിന്ന് 10,000 മുസ്ലിങ്ങൾ അറബിക് സർവകലാശാല തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു. 4 പ്രാവശ്യം തിരിഞ്ഞു നോക്കി. രമേശ് ഉൾപ്പെടെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ നിരാശരായവർ പോയി ഒരു തീരുമാനം എടുത്താണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പം പറയുന്നില്ല. അങ്ങനെ കിട്ടുക ആ ഒരു മാറ്റം തിരിച്ചു വന്നു. അതാണ് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, LDF സൂചനയായിട്ട് 10% വോട്ട് മുസ്ലിങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് 12% ആയപ്പോഴാണ് ഈ 99 സീറ്റായത്. അത് ഇത്തവണ വരുന്നത് 3% കിട്ടുള്ളൂ. അതാരാണ്? മുസ്ലിം നാമധാരികളായ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും. അവർ വോട്ടേന് കിട്ടുള്ളൂ. അതായത് 3% മാക്സിമം കിട്ടുള്ളൂ. ബാക്കി 9% വോട്ടും UDF പോകും ആ 12. അപ്പോൾ എല്ലാം കൊണ്ട് UDF അനുകൂല ഘടകമുണ്ട്. ഇനി വേറൊരു കാര്യം, ഇപ്പം ലേറ്റസ്റ്റ് വാർത്ത, മലപ്പുറം ജില്ലയിൽ വയനാട്ടിൽ ഒരു മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കളക്ടർ അവിടെ 36 പള്ളിയുണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല എന്നത് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് കളക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആളാണല്ലോ, ആ റിപ്പോർട്ടിന് ഹൈക്കോടതി അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ആ പാർട്ടി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ചോദ്യം ചോദിച്ചു, ബുദ്ധിയുടെ അംശത്തോട് ചിന്തിക്കാൻ നിങ്ങൾക്ക്. 100 പള്ളി ഉണ്ടെന്ന് വിചാരിക്കട്ടെ, എന്ന് വെച്ച് 101ാമത്തെ പള്ളിക്ക് അപേക്ഷ കൊടുത്താൽ യോഗ്യ എന്തി കൊടുക്കണ്ടേ, കൊടുക്കാതിരിക്കണമായിരുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയോടും ഗവൺമെൻറ്റിനോടും ചോദിക്കുക മാത്രമേ സുപ്രീം കോടതി കത്ത് കൊടുത്ത് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിണറായി സഖാവിൻ്റെ ആ തീരുമാനങ്ങൾ നോക്കി, എത്ര സംഘപരിവാറാണ് ഭരിക്കുന്ന നോക്കി. മലപ്പുറം ജില്ലയിലെ കളക്ടറാണ്. നിങ്ങൾ പറയുമ്പോൾ 100% മുസ്ലിങ്ങൾ എന്ന് പറയുന്നതാണ്, അതൊന്നുമല്ല, 17% ഉള്ളൂ. അവിടുത്തെ കളക്ടറാണ്. ഞാൻ ഫാത്തിമ, നമ്മൾ ഇളംകുളമുണ്ട്, ഇളംകുളം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ വയറ്റിലേക്കും എറണാകുളത്ത് ഇടക്ക് നിൽക്കുന്ന സ്ഥലമാണ് ഇളംകുളം. അവിടെ 8 പള്ളികെട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ ഉള്ളിൽ, 1/2 കിലോമീറ്റർ ഉള്ളിൽ പല വിഭാഗങ്ങളായിട്ട് 8ഓളം പള്ളികെട്ടുണ്ട്. അവിടെ ആർക്ക് എന്നാലും കാണാം. 1/2 കിലോമീറ്റർ ഉള്ളിൽ 8ഓളം പള്ളികൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ.
ഇവിടെ വയനാട് വലിയ പ്രദേശമാണല്ലോ, അവിടെ 36 പള്ളികളുണ്ട്, കൊടുക്കാൻ പറ്റില്ല. കളക്ടർ വിജയിച്ചപ്പോഴേ പിണറായി സഖാവേ, നിങ്ങൾ ഇതിനൊക്കെ സമാധാനം പറയാതെ അനുഭവിക്കാതെ പോകുന്നുണ്ടോ? ഇപ്പൊ വേറൊരു കാര്യം, നമ്മുടെ കോൺഗ്രസ് വെച്ച് അപകടത്തെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വരുന്നു. ഞങ്ങളിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പാണ് കേട്ടോ, അത് LDF നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷേ ഐഷ പൂറ്റി 10-65 വയസ്സായിട്ടിരുന്നത്, അവർ LDFിൻ്റെ കൂടെ 4 പ്രാവശ്യം വെച്ച് MLA ആയി, മന്ത്രിയായില്ല, MLA ആയി, ആനുകൂല്യമൊക്കെ വെച്ച് ഇപ്പോൾ സീറ്റ് കിട്ടില്ല എന്നുണ്ടപ്പോൾ നേരെ കോൺഗ്രസിലേക്ക് എടുക്കുകയും ഒരു പക്ഷേ കൊട്ടാരക്ക് സീറ്റ് കൊടുക്കും. നിങ്ങൾ ആരെടുത്തോ, പക്ഷെ അതെല്ലാം ഒരിക്കൽ പോലും ജയിക്കാത്തവരായിരിക്കണം, ഒരിക്കൽ പോലും മത്സരിക്കാത്തവരായിരിക്കണം. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മത്സരിച്ചാളൂ, 3 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവർക്കും ദയവ് ചെയ്ത് നിങ്ങൾ സീറ്റ് കൊടുക്കല്ലേ. എന്തുകൊണ്ടാണ്? ആ ആള് കൊച്ചാക്കല്ല, ആള് അഭിപ്രായം മാറി വരാം, ഒരു കുഴപ്പമില്ല. ജനാധിപത്യത്തിൽ അഭിപ്രായം മാറാം. കോൺഗ്രസ് UDF സ്വീകരിക്കൽ, കോൺഗ്രസ് എടുക്കുക, അതൊന്നും തെറ്റില്ല. സ്ഥാനാർത്ഥിയായിട്ട് കൊടുക്കരുത്. കാരണം പറയോ, ഈ 30, 40, 50 വർഷക്കാലം കൊയിലൂതി അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിച്ച് നടന്ന സാധാരണക്കാരുടെ അവർക്കൊരു അവസരം വേണ്ടേ? എന്നാലും പറഞ്ഞു മാണി സാറിന് ചോദിക്കുക എന്താണ്, 10 പ്രാവശ്യം ജയിച്ചു, ആ നാട്ടുകാരെ പറ്റിക്കല്ലായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് എന്താണ് 10 പ്രാവശ്യം MLA ആയി. ഇപ്പൊ സതീഷ് സാറും 5 പ്രാവശ്യം ഞാൻ MLA ആയിട്ട് ആളാണ് പറയുന്നത്. ഇതൊക്കെ അവരൊരു അവകാശം പോലെ, ഒരു അവാർഡ് കിട്ടും പോലെയൊക്കെ കാണിക്കുന്നത്. അതൊന്നുമല്ല, ജനങ്ങളുടെ അവകാശത്തെ നിങ്ങൾ ചൂഷണം ചെയ്യാണ്. എങ്കിലും നമ്മൾ നീക്കോക്ക് ചെയ്യാണ്. സതീഷ് സാറ് അടുത്ത മത്സരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതൊരു ആഘോഷം, അതൊരു അലങ്കാരം കണക്കാക്കരുത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഐഷ പൂറ്റി, നിങ്ങൾ ഒരുപക്ഷെ കൊട്ടാരക്കര ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനം കൊടുക്കും. അങ്ങനെ എവിടെയെങ്കിലും നിന്നൊരു UDF മാണി സാറിൻ്റെ മക്കളെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ തങ്ങളൊക്കെ ശ്രമിക്കുന്നത്. ഞാൻ തങ്ങളോടും കുഞ്ഞാക്കൻ ചോദിക്കണേ, എങ്ങനെയാണോ മാണി സാറിൻ്റെ പാർട്ടി LDFിലേക്ക് വിട്ടത്? എങ്ങനെയാണ് പോയത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അന്ന് കുഞ്ഞാക്ക പറഞ്ഞാൽ പോകുമായിരുന്നോ? അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ വാക്ക് കിട്ടി. കോൺഗ്രസ് അച്ഛനെ പോലീസ് പിടിച്ചാൽ എനിക്ക് കട്ടം കിടക്കാതെ പണ്ട് കൊച്ചു പറഞ്ഞ പോലെ മാണി സാറ് മാണി ഉപയോഗിക്കാൻ 3-4 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ കോട്ടയത്ത്. അതുകൊണ്ട് കാര്യം മത്സരിച്ചാൽ മതി, ജയിക്കണ്ടേ? ഇപ്പം ബീഹാർ 100 സീറ്റ് മത്സരിച്ച് 25 കിട്ടിയല്ലോ കോൺഗ്രസ്, ജയിക്കണ്ടേ? കഴിഞ്ഞ മത്സരിച്ചു, 3-4 സീറ്റിൽ കൂടുതൽ മത്സരിച്ചു, ഒറ്റ സീറ്റ് കിട്ടിയില്ല. അപ്പം അതുപോലെ ഇപ്പം അവർ കാലം പിടിച്ച് നടക്കുകയാണ്. ഇന്ന് സോണിയാഗാന്ധി വിളിച്ചു, ഓക്കെ ആയിരുന്നു വാർത്ത. അതിന് ഉടനെ മാണിയുടെ മോൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്തിനാ ഈ നാണക്കേട് പോണത്? അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചില സാധ്യതയുണ്ട് UDFന്. അത് നിങ്ങളുടെ മഹത്വമല്ല, LDFന് പോരായികയല്ല, അത് ചില കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ആ നിലക്ക് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ എടുക്കുന്നത് എടുത്തോ മുന്നിൽ സീറ്റ് കൊടുക്കരുത്. അൻവറിനെ കൊണ്ടൊന്നും അൻവർ മാക്സിമം അൻവർ മാത്രം സീറ്റ് കൊടുക്കുക, ഒരു സീറ്റും കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. മുസ്ലിം ലീഗ് ആവശ്യം മാത്രം കൊടുക്കുക. ബാക്കിയെല്ലാം അധ്വാനിച്ച് ഇത്രയും കാലം പ്രവർത്തിച്ച ജനങ്ങളുണ്ട് പാർട്ടിയിൽ, അവർക്ക് കൊടുക്കണം. അവർ വരട്ടെ രംഗത്ത്. 5-10 പ്രാവശ്യം കൊടുക്കാല്ലേ. ഇപ്പോൾ ബാബു സാർ, നമ്മുടെ ബാബുജി, തൃപ്പൂണിലെ ബാബുജി മത്സരിക്കുന്നില്ല, അത് വേറെ തന്ത്രമാണ്. പോയില്ല വെച്ചാൽ പോയില്ല, അത്ര സിനിമ പോലെ അങ്ങനെയാണ് പറഞ്ഞു എത്തിയിട്ട് അവസാനം അവരെന്നെ ഒരാളൊക്കെ കൊണ്ട് അയ്യോ ഇത്തണ്ണ നിൽക്ക് അതൊക്കെ തട്ടിപ്പിൻ്റെ ഇതാണ്. അതുപോലെ നമ്മുടെ ഇയാൾ കൊച്ചിക്കാരൻ, നിങ്ങൾക്ക് നാണവില്ലേ? 10-70-80 വയസ്സായി, 5-6 പ്രാവശ്യമായി മന്ത്രിയായി, ഇനിയും നിങ്ങൾ അധികാരത്തിൽ പറയുമ്പോൾ കെ തോമസ് മാഷ പോലെ അധികാരത്തിൽ പുറം പോകുമ്പോൾ നിങ്ങളൊക്കെ ചാണം തെളിച്ച് ചൂടുകൊണ്ട് അടിക്കണം, ചാണവെള്ളം അടിക്കണം. ഞാൻ മത്സരിക്കലെന്ന് ഔദാര്യം പോലെയാണ് ബാബു, ഞാൻ ഇനി മത്സരിക്കണമെന്ന് ഔദാര്യമാണ്. ജയശങ്കർ വക്കീലോട് പ്രത്യേകം പറഞ്ഞത്. ജയശങ്കർ വക്കീൽ ആരാണ്? BJPയിലേക്ക് പോവാണ്, ആയിക്കോട്ടെ. അങ്ങനെയുള്ളവരൊക്കെ ചാണകം വെള്ളത്തിൽ മുക്കി മുഖത്തടിക്കണം. ആരായിരുന്നാലും, ഏത് വാപ്പായാലും ശരി, കടുത്ത ഭാഷ പറയാണ്. ഔദാര്യമാണ്. കെ തോമസ് മാഷോട് കഴിഞ്ഞ പ്രാവശ്യം സീറ്റില്ലാതെ ഇപ്പോൾ പ്രായമായില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തരുമോ? പ്രായത്ത് എൻ്റെ കുറ്റാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു, പ്രായമായത് എൻ്റെ കുറ്റാണോ എന്ന്. കാരണം നിങ്ങൾക്ക് ചിന്തിക്കും പോലെ മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടേ? TH മുസ്തഫ, നിങ്ങൾ നോക്കി, TH മുസ്തഫ കോൺഗ്രസ് വേണ്ടി ജീവിതം കളഞ്ഞ ഒരാളാണ്. കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും കോൺഗ്രസിൽ വന്നിട്ടില്ല, ഒരു MLA ആക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി മരിച്ചു ഉടനെ മകര്, മറ്റേ സ്പീക്കർ വെച്ച് ഉടനെ MLA. പി ടി തോമസ് മരിച്ച് ഉടനെ വൈഫ് MLA. മറ്റൊരു എല്ലാവരും എന്താണ് അത്? മോമാലി ഭരിച്ചല്ലോ കോൺഗ്രസ് എത്ര നാൾ? 6-7 പ്രാവശ്യം വെച്ച് ഒരു മന്ത്രി സാധ്യത കൊടുക്കുക കോൺഗ്രസ് സാധിച്ചോ? ഓട്ടെ, ആലുവയിൽ നിന്നൊരു മന്ത്രി, ഇതുവരെ മന്ത്രി ഉണ്ടായിട്ടില്ല ആലുവയിൽ നിന്ന്. പണ്ട് LDFിൽ മന്ത്രി ഉണ്ടായതുള്ളൂ.
മന്ത്രിയുണ്ടായിട്ടില്ല. അതേസമയത്ത് അത് ഒരു അതുപോലെ ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് അല്ല ഇപ്പം മരിച്ചല്ലോ, അതിൽ മകന് സാധ്യതയുണ്ട്, കൊടുക്കുവോ? കൊടുത്താൽ ജയിപ്പിച്ചെടുക്കുവോ? എന്തൊരു വിരോധാഭാസം ചെയ്യുന്നതെന്ന് അറിയോ? ചില വിഭാഗങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കരുത്, കൊടുത്താൽ എനിക്ക് തോൽപ്പിച്ചെടുക്കും, മറ്റുള്ളവർക്ക് ജയിക്കണം. അപ്പം അങ്ങനെ അണ്ടനും അടുവണ്ണും ഓരോരോ ഒക്കെ കോൺഗ്രസിലേക്ക് വന്നു കയറാണ്. പൈസ വാങ്ങാതെ സ്ഥാനമാനം കൊടുക്കാണ്. ആ കളിയൊന്നും വേണ്ട. ആ കളി കളിച്ചാൽ തികച്ചും വീണ്ടും പ്രതിഷ്ഠിച്ചിരിക്കേണ്ടി വരും. നിങ്ങൾ നിഷ്പക്ഷമായിട്ടും മര്യാദയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് 2 പ്രാവശ്യം ജയിച്ച ഒരാൾ നിർത്തരുത്. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ ചില പരിഗണന കൊടുക്കാം. ലീഗിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അതിൽ മാറ്റി നിർത്തുമല്ലേ, അങ്ങനെ മേടിച്ച് കൊടുക്കാം. എന്തെങ്കിലും ആകട്ടെ, അവർക്ക് അത്യാഭിലാഷമുള്ള മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങി കൊടുക്കാവോ? ഇപ്പോഴെല്ലാം കൊടുക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവർത്തിക്കാൻ പോകണം, പഴയ ആൾക്കാർക്കെല്ലാം കൊടുക്കാൻ പോകണം. കാരണം തോറ്റു തപ്പിയിട്ട് പോണേ. പക്ഷെ എന്തൊരു കാലമാണ് നോക്കണേ. പാവപ്പെട്ട ജനങ്ങൾ എത്ര വർഷം പാടുപെട്ട് വളർത്തി തൻ്റെ രക്തവും യൗവനവും ആരോഗ്യം കളഞ്ഞ് ക്ഷയം പിടിച്ച് പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കാതെ ഈ ആനുകൂല്യം കിട്ടിയവർക്ക് മാത്രം കൊടുക്കുക, അതിനുശേഷം മക്കൾക്ക് കൊടുക്കുക. ബൂബുഞ്ഞാൻ്റെ മകൾക്ക് കൊടുക്കുകയാണ്, മകന് കൊടുക്കുകയാണ്. വേറൊരു വാർത്ത കൂടെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റോബർട്ട് വധേര, ആ റോബർട്ട് വധേരയുടെ പേര് മാറ്റി രോഹൻ രാജീവ് ഗാന്ധി എന്നാക്കാൻ പോകുന്നൊരു വാർത്ത വന്നിരുന്നു. അത് ശരിയെന്നറിയില്ല. അതിൻ്റെ ഉദ്ദേശം നല്ലൊരു ഉദ്ദേശമാണ്. അതൊക്കെ നല്ല ഉദ്ദേശമാണെങ്കിൽ പേരിലെന്തിരിക്കുന്നു പെണ്ണാക്ഷ ഒഴിവല്ലേ, അതെല്ലാം ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ്. ഇത്ര പാടിട്ടെന്തിനാണ് ഈ വധേരക്ക് പോയത്? അല്ലാതെ എത്ര ബ്രാഹ്മൺ കുട്ടികളുണ്ടായിരുന്നു ഇന്ത്യയിൽ പറ്റിയത്? മറ്റേ നരസിംഹറാവുവിൻ്റെ ഒരു പെങ്ങളുടെ മകനുണ്ട്, കോടിക്കണ സ്വത്ത്, 5000 കോടി സ്വത്തുള്ളൊരു വലിയ എസ്റ്റേറ്റ് ഉടമ. ആ ചെറുക്കൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാണ്. ഈ വധേര അവിടെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി കറി വധേര കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ നിങ്ങൾ കത്തോലിക്ക തന്നെ വേണം, രാജ്യം ഭരിക്കാൻ വരുന്നത് വേണം. ഇങ്ങനെ ഇരുട്ടത്താപ്പൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അത് BJP മാത്രമല്ല പറയുന്നത്, RSS സംഘപരിവാർ മാത്രമല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇപ്പോൾ രോഹൻ രാജീവ് ഗാന്ധി പാപം മരിച്ചു, അയാൾ രാജീവ് ഗാന്ധിയുടെ. അപ്പം അച്ഛൻ്റെ ഇല്ല, അമ്മയുടെ ഒന്നുമില്ല, പണ്ട് അപ്പൂപ്പൻ്റെ പേര്. എന്താ നിങ്ങൾ രാജീവ് ഗാന്ധിക്ക് എന്താ നെഹ്റുവിൻ്റെ പേരിടായിരുന്നത്? ഇന്ദിരാഗാന്ധിക്ക് പോലും നെഹ്റുവിൻ്റെ പേര് ഉപയോഗിക്കാതിരുന്നതാ, ഇന്ദിരാഗാന്ധിയിൽ ഉപയോഗിച്ചത്. ഇതൊക്കെ ശരിയല്ല സാർ, ഇത് നല്ല കീഴ്വഴക്കല്ല. ഗാന്ധിയേക്കാൾ പേരുള്ളതായിരുന്നു ഒരുപക്ഷെ നെഹ്റു, അല്ലെങ്കിൽ തുല്യം ഉണ്ടായതാണ്. ആ നെഹ്റുവിൻ്റെ പേര് ഉപയോഗിക്കൽ, ഗാന്ധിയുടെ പേര് ഉപയോഗിച്ച് നിങ്ങൾ പ്രചരണം നടത്തിയാൽ വന്നത്. അതൊക്കെ ഇപ്പം തിരിച്ചടിക്കാനുണ്ടോ? അതാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഈസിയായിട്ട് ഭരണത്തിൽ കയറാൻ ഭരണം പിടിക്കുക എന്നുള്ള. കേരളത്തിൽ പോലും ഇനി നിങ്ങൾ ധരിക്കുമ്പോൾ അത്ര ഈസിയല്ല. വടക്കേറ്റ് നടന്നതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇലക്ഷനിൽ ഇപ്പോൾ തന്നെ വോട്ടേജ് ലിസ്റ്റിൽ ഒരുപടി UDF കിട്ടാൻ സാധ്യതയുള്ള ഒരുപടി വോട്ടുകൾ ഇല്ല, ലക്ഷക്കണക്കാണ്. അതുപോലെ മറ്റു പല ഇപ്പോൾ തൃശ്ശൂർ 50,000 വോട്ട് അവിടെ കൊണ്ട് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ, ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എവിടെ പോയി? കോടികൾ വാങ്ങി തന്നെയാണ് അവർ അത് കണ്ണടിച്ച്. ഇനി വോട്ട് ചെയ്യാൻ വരുമ്പോഴേ ബൂത്തിൽ നിൽക്കുന്ന ഏജന്റുമാർക്ക് അറിയാമല്ലോ, ലോക്കൽ ആൾക്കാരല്ലേ, ഇന്ന ആളിവിടെ ഉണ്ടോ ഇല്ലെന്നേ. ഒരാളില്ല അതിൽ പ്രതിഷേധം കാണിച്ചോ? തൃശ്ശൂർ പാലൂർ ഇലക്ഷനിൽ 50,000 വോട്ട് അവിടെ കൂടുതൽ ചേർത്തു. അങ്ങനെ 50,000-60,000 വോട്ടായിട്ട് ഇദ്ദേഹം ജയിച്ചു. വോട്ട് ചെയ്യാൻ വന്നപ്പോഴെങ്കിലും നിങ്ങൾ ഓരോ വോട്ടുകളിലും അവിടെ ചലഞ്ച് ചെയ്തോ? കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിച്ചു. അതിനൊക്കെ അർത്ഥം ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കി. ഇതിൻ്റെയൊക്കെ അർത്ഥം LDF ആയാലും UDF ആണെങ്കിലും അവർക്ക് രാജ്യ നന്മയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചക്കോ അല്ലെങ്കിൽ പിന്നോക്കത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ല. പിണറായി പോലും 10% മുന്നോക്കിന് കൊടുത്തില്ല. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നത്. അത് പറഞ്ഞാൽ നിർത്താം. ഭാവി പ്രവചിക്കാൻ മൊയ്തീൻ ഷാ ആരുമല്ല, വെറും സാധാരണ മനുഷ്യൻ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച കുടുംബം. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന സന്യാസി, മുഹമ്മദ് എന്ന പേര്, വർക്കലക്കാരാണ് അദ്ദേഹം, ഹിമാലയത്തിൽ പോയി വർഷങ്ങളോളം തപസ്സിരുന്ന സന്യാസിക്ക് പേര് ചേർത്ത് വന്ന് അടിച്ചിട്ട മുറിയിൽ പിണറായി കൂടി സംസാരിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ ഫലം കണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നശിക്കാൻ പോകണം. അത് ആ സ്ഥാനത്ത് BJP വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം വെച്ചാൽ
അനീതിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPM-ൻ്റെ. അത് ഇന്ന് ആ അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് ആവശ്യമില്ല, അത് താല്പര്യമില്ലാതെ ഒതുങ്ങി BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ BJP കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ അപകടം? അത് കണ്ട് നിങ്ങൾ ആലോചിക്കുക, സന്തോഷിക്കണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തളർച്ച അല്ലെങ്കിൽ പിന്നെ വളർച്ച മുരടിപ്പ് കണ്ട് നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ മണ്ടന്മാർ വേറെയില്ല. കാരണം ഇവർ വലിയൊരു ആപത്ത് വരാൻ പോകുന്ന ഇന്ത്യയിൽ, വലിയൊരു ആപത്ത്. എന്താണെന്ന് ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്, സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയൊക്കെ. അവരെല്ലാം നിശബ്ദമാകും. നിശബ്ദ രണ്ട് കാര്യമുണ്ട്. പ്രതികരിച്ചില്ലെങ്കിൽ അതാ ഏറ്റവും വലിയ തെറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല അനീതിക്കെതിരെ പ്രതികരിച്ചൊരു പ്രസ്ഥാനമാണ് നീ കേരളത്തിൽ പോലും. അത് നീ പ്രതികരിക്കില്ല, അവർ ലൈൻ വേറെ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ നിങ്ങൾ അത് ആഘോഷിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യരുത്. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ ആപത്തുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോരാ. എന്നും ജയ് ഹിന്ദ്.